ഗൈസ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നേക്കണത് ചിമ്മിണി ഡാമിലേക്കാണ് കേട്ടോ. ഇപ്പോൾ തൃശ്ശൂരാണ് ആക്ച്വലി ഇപ്പോൾ നിൽക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് കുറച്ചും കൂടി ഉണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ നിന്ന് ഒരു 30-35 കിലോമീറ്ററോളം ഉണ്ട് ഗൈസ് അങ്ങോട്ടേക്ക്. നമ്മളിപ്പോൾ ഒരു കിടിലൻ സ്ഥലം കണ്ടിങ്ങനെ ജസ്റ്റ് ഫുള്ള് കാടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തിയതാണ്. നമ്മൾ 2 വണ്ടി സെറ്റാണ് കേട്ടോ. വണ്ടി കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. ഗൈസ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. നമ്മൾ ഒരു വണ്ടി നിർത്തിയേക്കണേണ് ഇവിടെ. അതിൽ നിർത്താൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് പോവാ ഗൈസ്, നമുക്ക് പോവാം അങ്ങോട്ട്. വണ്ടി എടുക്കാം കേട്ടോ. നമുക്ക് കിട്ടിയില്ലെന്നൊരു ഇവിടെ കിട്ടിയ റോഡാണ് കഴിച്ചു ഇവിടെ തന്നെയാണെങ്കിൽ തന്നെ നമുക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി ഇത്ര അടിപൊളി റോഡായിരിക്കും. കിട്ടില്ല വ്യൂ ആണ് കഴിച്ചു. നമുക്കൊരു മൂന്നാർ പോലത്തെ ഫീലിംഗ് കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും കൊച്ചിന്നൊക്കെ വന്നവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 80 കിലോമീറ്റർ ഇല്ല കഴിച്ചു 78 കിലോമീറ്റർ അറൗണ്ടേ ഉള്ളൂ നമുക്കിവിടെ നിന്ന് ഈ ചിമ്മിണി ഡാം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് കേട്ടോ. പക്ഷെ അടിപൊളിയാണ് കഴിച്ചു. എല്ലാവരും അതിരപ്പള്ളിയൊക്കെ പോയിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. അടിപൊളിയാണ്. ഇതുകൊണ്ടോ റോഡിൽ നിന്നൊക്കെ അടിപൊളിയാണ്. നോക്കിക്കോ നിങ്ങൾ, കിട്ടില്ല റോഡ് പൊളി. ഞങ്ങൾ വെറുതെ ഫോട്ടോ എടുക്കാൻ നിർത്തിയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ പോകും കഴിച്ചു. ഇവിടെ നിന്നൊരു ഇനിയും ഉണ്ട് കഴിച്ചു. ഒരു 10 കിലോമീറ്ററോളം ഇനിയുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക്. പോകാം കഴിച്ചു. വഴിയൊക്കെ പൊളി കഴിച്ചു. രക്ഷയില്ലാത്ത വഴി. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വഴി നമുക്ക് അടിപൊളി വഴിയാണ് കേട്ടോ. നമ്മുടെ ചിമ്മിണി ഡാമിൻ്റെ അവിടെ എത്തിയിട്ടു. അതാണ് എൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. ചെക്ക് പോസ്റ്റാണ്. നമ്മൾ ഈ ഡാമിലെത്തി കേട്ടോ. ഡാമിൻ്റെ അടുത്ത് വ്യൂ ഉണ്ട് ഗൈസ്. കൊള്ളാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചിമ്മിണി ഡാം തന്നെ കേട്ടോ. കൊള്ളാം. ഇവിടെ അടുത്ത് ഇത്ര അടിപൊളി ഡാം ഉണ്ടായിരുന്നല്ലേ. കൊള്ളാലോ ഗൈസ്. ഒരു ബോട്ട് കണ്ടോ. ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ചെറിയതാണ് ഗൈസ്. കൊള്ളാം. ആ സൈഡിലാണ് കേട്ടോ ബോട്ടിങ്ങിൻ്റെ ഇത് വന്നത്. ഈ സൈഡിലാണ് ബോട്ടിങ് വന്നത്. വലിയതൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല. കുറേ നടക്കാണ് കേട്ടോ അങ്ങോട്ട്. ഇഷ്ടം പോലെ അല്ലേ. കുറേ നടക്കാണ്ട് ഗൈസ് അങ്ങോട്ടേക്ക്. ചെറിയ ഡാമൊന്നുമല്ല, വലിയ ഡാമാണ് ഇത്. കുറേ കാര്യങ്ങൾ ആൾക്കാരൊക്കെ ഇവിടെ തിരക്ക് കുറവുണ്ടോ ഗൈസ്. ഇന്ന് തിരക്ക് കുറവ്. എന്താണെന്നറിയാൻ പാടില്ല. സൺഡേ ആയിട്ടും തിരക്ക്. ഇതേ നമ്മൾ ഡാമിൻ്റെ ഒരു സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കണ്ടോ. ഒക്കത്താണ് ഡാം കണ്ടോ. ഈ സൈഡിലാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല ഗൈസ്. അവിടെ ഒരു ഗേറ്റിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അവിടെ സീനാന്നാണ് ഗൈസ് പറഞ്ഞത്. അങ്ങോട്ടേക്കും മഴയൊക്കെ പെയ്ത കാരണം ചെറിയ സീനൊക്കെയാണെന്ന് പറയണം. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിലോ നിൽക്കാം ഗൈസ്. സൈഡിലോ നിൽക്കണം അമ്മ. കണ്ടോ അടിപൊളിയാണ് ഇവിടെ. ചെറിയ ഡാമാണ് എന്നാലും കൊള്ളാം. എന്തായാലും വന്ന വഴിയൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. അടിപൊളി വഴിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ്. കൊള്ളാം എന്തായാലും. ഇത് കണ്ടോ ചെറുതായിട്ട് രീതിയിലൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് വേറെ ചെറിയൊരു കുളിക്കാൻ പറ്റിയ ചെറിയൊരു സ്പോട്ട് ഉണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകാൻ നിൽക്കണം. നമ്മളിപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. നേരിട്ടായിട്ട് കാണാൻ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ നേരെ കുളിക്കാൻ പറ്റിയ ആ സ്പോട്ടിൽ അങ്ങോട്ടേക്ക് പോകട്ടോ. അടിപൊളിയാണ് ഗൈസ്. വലിയ വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. നമ്മൾ ഈ ഡാം 1996 ഗൈസ്. നമുക്ക് ഇവിടെ ഡാം ബിൽഡ് ചെയ്തതിൽ ഇത്ര വർഷം പഴക്കമാണല്ലേ. അടുത്തരാ ഗൈസ്. ആ മല നോക്കി. പൊളി. ഇത്ര അടുത്തരായിട്ട് നമ്മൾ ഈ സ്ഥലമൊന്നും കാണാണ്ട് പോലെ അല്ലേ. ഗൈസ് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശോകം സ്ഥലമെന്ന് വെച്ചു ഗൈസ്. അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഞാനെന്ത് പറയാൻ, ഞാൻ ശോകം പ്ലേസ് എന്താ വെച്ചാൽ ഇത് നമ്മുടെ ഇവിടെ ബോട്ടിങ് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ജസ്റ്റ് വന്നതാണ്. പക്ഷെ ഇവിടെ ഓൾമോസ്റ്റ് വലിയ ഫുഡും കാണാൻ കഴിക്കാൻ വേണ്ടി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കണം കേട്ടോ ഗൈസ്. നമ്മൾ റിട്ടേൺ അങ്ങോട്ട് പോകണേ കേട്ടോ. ഇതുകൊണ്ടോ വലിയ ബോട്ടൊന്നുമല്ല, ജസ്റ്റ് ഒരു ചങ്ങാടം പോലത്തെയാണ് ഗൈസ്. പക്ഷേ റിസ്ക് ആണ്, എന്നാലും ആൾക്കാരൊക്കെ കയറുന്നുണ്ട് ഗൈസ്. പക്ഷേ ഗൈസ് ഇതാണ്ടോ ഞാൻ പറഞ്ഞ ആ കുളിക്കാൻ പറ്റിയ സ്പോട്ട്. ഒട്ടും ആകില്ല ഗൈസ്. അടിപൊളിയാണ് കുളിക്കാൻ ആൾക്കാണെങ്കിൽ. പൊളി അല്ലേ. നിറച്ച ആൾക്കാരാണ് ഗൈസ്. ഇവിടെ കണ്ടോ, നിറച്ച ആൾക്കാരാണ്.
ഗൈസ് നമ്മൾ ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുമോ ഗൈസ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഗൈസ് നമ്മൾ റിട്ടേൺ വീട്ടിലെത്തി കേട്ടോ. നമ്മളിപ്പോൾ മാക്സിൽ ഇപ്പോൾ വന്നേ ഉള്ളൂ, ഭയങ്കര ടയറാണല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ള വീഡിയോ ഇഷ്ടപ്പെടുക, ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു കിടിലൻ വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.